അപ്പോഴേ ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് അറിയാമോ? പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് ചിരി വരണം കേട്ടോ. ഒരു വേക്കോള് കിട്ടിയിട്ടുണ്ട്, വേക്കോള് കറി വെച്ചിട്ടാ കടച്ചക്ക. അത് ചെമ്മീനിട്ട് ഉലത്തിയതാണ്. പിന്നെ കഴിഞ്ഞ ദിവസം വെച്ച മീൻകറിയുടെ ഇത്തിരി ഉണ്ടായി. അപ്പോൾ എല്ലാ ചട്ടികളൊക്കെ കാലിയാക്കണമായിരുന്നു. അതൊന്ന് ചൂടാക്കി റെഡിയാക്കി എടുത്തിട്ടാ പിലോപ്പി വറുത്ത് പാല് കറി വെച്ചതാണ്. പിന്നെ നെല്ലിക്ക ഇങ്ങനെ നമ്മുടെ ഉള്ളിയും നെല്ലിക്കയൊക്കെ കൂടി ഇങ്ങനെ ചതച്ചെടുക്കുന്ന ഒരു പരിപാടിയാണ്. കല്ലേ വെച്ച് ചതച്ചെടുത്തിട്ട് 2-3 കാന്താരിമുളക് കൊണ്ടിട്ടാവത്തില്ലേ, എന്നിട്ട് പച്ച വെളിച്ചെണ്ണ പൊടിക്ക് മുളക് പൊടി ഇടും. എന്നിട്ട് ഇങ്ങനെ ചാലിച്ചെടുക്കുന്ന കറിയാണ് ഒരെണ്ണം. ഇതാണ് കേട്ടോ ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യലി. അപ്പോഴേ ഇന്ന് സാലിച്ചേട്ടൻ ഒറ്റക്കാണ് കേട്ടോ മാർക്കറ്റിൽ പോയത്, എന്നെ കൊണ്ടുപോയില്ല കേട്ടോ. അപ്പോൾ ഒറ്റക്ക് പോയപ്പോൾ എന്തൊക്കെയാണ് കൊണ്ടുവന്നതെന്ന് അറിയണ്ടേ? മീൻ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ, അത് വേറെ ഞാൻ വെച്ചിട്ടുണ്ട്. പൂമീനാണ് കേട്ടോ വാങ്ങിച്ചേക്കണത്. പച്ചക്കറി എന്താണെന്ന് ഞാൻ നോക്കണത്. ഇതിലെനിക്കിഷ്ടപ്പെട്ട ഒരു സംഭവം ഉണ്ടെന്നാണ് പറയണത്. എന്താണെന്ന് നോക്കാം. ഡിങ്കി ഡിങ്കി എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമാണ് കേട്ടോ ഇത്. ഇതിനെ നാളായി തുടങ്ങി. ഫെബ്രുവരി, മാർച്ച്, ഏപ്രിലൊക്കെ ആകുമ്പോൾ ഇതിൻ്റെ നാളാണ്. ഇപ്പം മുന്നം വന്നതാണ്. മാർക്കറ്റിൽ കണ്ടപ്പോൾ തന്നെ എൻ്റെ വേക്കുള് കാരണം ഒരെണ്ണം മേടിച്ചുകൊണ്ട് വന്നിട്ടാ കടച്ചക്ക. അപ്പോൾ ചെമ്മീൻ ഇരിപ്പുണ്ട്, ചെമ്മീനായിട്ട് ഞാൻ ഉലത്താൻ പോവാം കേട്ടോ. പിന്നെയുള്ള അച്ചിങ്ങയാണ്, മാങ്ങയൊക്കെ ഉണ്ട് മീൻ കറി വെക്കാനായിട്ട്. ഇതിന് ഞാനിന്ന് റെഡിയാക്കാൻ പോവാം കേട്ടോ. കാണാം. അപ്പം നമുക്ക് തുടങ്ങാം കേട്ടോ. ഇതിനെ ഒന്ന് വെട്ടി മാറ്റട്ടെ. ചെമ്മീനിട്ട് ഉലത്തിയാൽ നല്ല ടേസ്റ്റായിരിക്കും കേട്ടോ. അധികം മൂത്തട്ടില്ല കേട്ടോ. മൂത്തത് നമുക്ക് കണ്ടറിയാം. മൂത്തതിൻ്റെ മുള്ളൊക്കെ പരന്നിട്ടുണ്ടാവും. പിന്നെ നല്ല തൊണ്ടൊക്കെ ഒരുവിധം വെള്ള നിറമായിട്ട് വരും. ഇത് ഇളയതാണ്, നല്ല ഇളയതാണിത്. കാലിച്ചേട്ടന് ഇത് നോക്കി മേടിക്കാൻ അറിയാൻ പാടില്ലെന്ന് തോന്നട്ടാ. എനിക്ക് കടച്ചക്കയുടെ A to Z അറിയാം കേട്ടോ. വീട്ടിൽ കടച്ചക്ക ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. കാരണം കൊതിയുമാണ്. കണ്ടാലും അറിയാം മൂത്തതാണ് ഇളയതാണ്, കേടുണ്ടായില്ലേ എന്നൊക്കെ അറിയാൻ പറ്റും. നമുക്കിനി ഇതൊന്ന് കട്ട് ചെയ്തിടാം കേട്ടോ. ഞാൻ പേപ്പർ വെച്ചാൽ എന്താണ് കറ ഇതിൽ വരാതിരിക്കാനാണ് കേട്ടോ. അപ്പോൾ കടച്ചക്ക ഞാനപ്പോൾ പല വിധത്തിലുണ്ടാക്കി കഴിച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഏറ്റവും എനിക്കിഷ്ടപ്പെട്ട സംഭവം ഏതാണെന്ന് അറിയാമോ? കടച്ചക്ക വെക്കണത്. കടച്ചക്ക നമ്മൾ ഇറച്ചിയുടെ മീതെ ഒന്ന് പുഴുങ്ങി തിന്നണ ഒരു പരിപാടിയുണ്ട്. എൻ്റെ അമ്മോ, അത് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് വായിൽ വെള്ളം വന്നിട്ടോ. അപ്പോൾ അത് റെഡിയാകുമ്പോൾ കടച്ചക്കയുടെ നാളങ്ങട ആയിക്കഴിയുമ്പോൾ ആ പരിപാടി ഞാൻ ചെയ്യും കേട്ടോ. എല്ലാ കൊല്ലം വെക്കുന്നതാണ് അങ്ങനെ. ഇതിപ്പോൾ അധികം വലുതാക്കി കട്ട് ചെയ്യാൻ പറ്റില്ല, കാരണം എളുപ്പമാണ്. കയ്യിലൊക്കെ നന്നായിട്ട് കറയുണ്ടാവും ഇളയതാണെങ്കിൽ. അപ്പം നമ്മളെ ഇന്ന് സ്പെഷ്യലിന് ഒരു പച്ചക്കറി എന്താണെന്നാ കടച്ചക്കയാണ് കേട്ടോ. കടച്ചക്ക ഇത്തിരി ചെമ്മീനിട്ട് കൊലത്തണതാണ് കേട്ടോ. അപ്പോൾ ചട്ടി വെച്ചിട്ടുണ്ട്, എണ്ണ ഒഴിച്ചിട്ടുണ്ട്, എണ്ണ കാഞ്ഞിട്ടുണ്ട്. നമുക്കതിലേക്ക് ചുമന്നുള്ളി, വെളുത്തുള്ളി, 2 പച്ചമുളക് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ ഈ കൊല്ലം ആദ്യമായിട്ടാണ് കേട്ടോ കടച്ചക്ക മേടിക്കണത്. മാർക്കറ്റിലൊന്ന് ആദ്യമായിട്ട് കണ്ടു വാങ്ങിച്ചു. അപ്പോൾ നമ്മുടെ ഉള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ ഒന്ന് വാടിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് പൊടികളിട്ട് കൊടുക്കാം. അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടി കാശ്മീരിയാണ് കേട്ടോ. അപ്പോൾ 2 എരിവെള്ള മുളക് ഇട്ടിട്ടുണ്ട് ഞാൻ. അപ്പം മതി.
ഇതിലേക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ചെമ്മീൻ ഞാൻ കുറച്ച് 2 ആഴ്ച മുമ്പ് 1/2 കിലോ ചെമ്മീൻ കിള്ളി കഴുകി ഫ്രീസറിൽ വെച്ചിരുന്നതാണ്. അതിൻ്റെ ബാക്കിയാണ്. തീർന്നു ചെമ്മീൻ. വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇത് തിളക്കട്ടെ. വെള്ളം തിളച്ച് കഴിഞ്ഞിടാം, അല്ലെങ്കിൽ ചക്ക വാടിപ്പോവും. അപ്പോൾ നമ്മുടെ ചാറ് തിളച്ചാൽ നോക്കാം. വെള്ളം തിളച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് കടച്ചക്ക കഴുകി നീറ്റാക്കി വെച്ചേക്കുന്നതാണ്. അതിട്ട് കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് നന്നായിട്ട് തിളച്ചതിന് ശേഷം ചെറുതീയിട്ട് വേവിക്കാം. നമ്മുടെ കടച്ചക്കക്കറി നല്ലോണം തിളച്ചിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് ഇളക്കി കൂട്ടിയിട്ട് ഇനി ചെറുതീയിട്ടാൽ മതി. ചെറുതീടാം. അപ്പം നമുക്ക് കറി നോക്കാം കേട്ടോ. കറി വെന്ത് വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. നന്നായിട്ട് വെന്തിട്ടുണ്ട്. നോക്കിയായിരുന്നു. ഇത്ര മതി. നമുക്കിനി തീ ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ കടച്ചക്കയും ചെമ്മീനും കൂടി ഉലർത്തിയത് റെഡി ആയിട്ടുണ്ട്. ഓക്കെ. ഇപ്പോൾ നമ്മുടെ ഒരു കറി എന്താണെന്നോ, പിലോപ്പി മാങ്ങ ചതച്ച് വാട്ടി പിലോപ്പി വറുത്ത് പാല് കറി വെച്ച ഒരു കറി ഉണ്ടായിരുന്നു. അതിൻ്റെ 2 കഷ്ണം ബാക്കിയുണ്ട്. ഒരു തലക്കഷ്ണവും ഒരു വാല് കഷ്ണവും. അപ്പോൾ വേറെ കറിയൊന്നും ഞാനിനി വെക്കണില്ല. ഇതൊക്കെയാണ് നമ്മൾ ചെയ്യാൻ പോണത്. കറി ഒന്ന് ചൂടാക്കി എടുക്കുന്നതാണ്. അപ്പോൾ ചട്ടിയും കാലിയാവും, ഫ്രിഡ്ജും കാലിയാവും. അതിന് വേണ്ടി റെഡിയാക്കിയതാണ്. ഒന്ന് തിളച്ച് കഴിയുമ്പോൾ തീ ഓഫ് ചെയ്യാം. ആവശ്യത്തിന് ചാറുമുണ്ട്, 2 കഷ്ണവുമുണ്ട്. തീ ഓഫ് ചെയ്യാം. നമ്മുടെ മീൻ കറി ഓക്കെ. കഴിക്കാം. അപ്പോൾ ഈ സംഭവം ഞാൻ ചിലപ്പോൾ മുഴുവനും തീർത്തന്നിരിക്കട്ടെ. അത്ര കൊതിയുള്ള സാധനമാണ് ഇത് കടച്ചക്ക. അപ്പോൾ ഇറച്ചിയിട്ട് വെക്കണായിട്ട് ടേസ്റ്റ്. പക്ഷേ ഇറച്ചി മേടിക്കാൻ സമയമായിട്ടില്ല. ഇന്ന് വെള്ളിയാഴ്ച അല്ലേ. അപ്പോൾ നല്ല മൂത്തതൊക്കെ ആയിരിക്കണം. കടച്ചക്ക നല്ല മൂത്താണെങ്കിൽ ഇറച്ചിയിട്ട് വെക്കാൻ ടേസ്റ്റ്. നെയ്യുള്ള ഇറച്ചിയും കടച്ചക്കയും കൂടെ വെക്കണം. സൂപ്പറാട്ടാ. ഇതിപ്പോൾ ഇത്തിരി ചെമ്മീനിട്ടാണ് വെച്ചേക്കണം. പക്ഷേ ഇത് നല്ല മൂത്തതല്ലായിരുന്നു. ഒരു 70% മൂത്തതായിട്ടുള്ളൂ. നന്നായിട്ട് മൂത്തിട്ടില്ല. കാരണം ടേസ്റ്റ് ഇത്തിരി കുറവായിരിക്കും കേട്ടോ. പിന്നെ മീൻ കറിയാണ്. ഇതിപ്പോൾ 2 കഷ്ണം മീനുള്ള കേട്ടോ. അപ്പോൾ അത് കാരണം ഞാൻ എടുക്കുന്നില്ല. ഇത് നമ്മുടെ ചേട്ടായിക്കും മോനും കൂടി ഉള്ളതാണ് കേട്ടോ. അവർക്കൊക്കെ കൊടുത്തിട്ടല്ലേ നമുക്കുള്ളൂ. പിന്നെ നെല്ലിക്ക അയച്ചതാണ് കേട്ടോ. അത് ഇത്തിരി എടുക്കാം. എനിക്കിത് മതി കേട്ടോ. എനിക്ക് ആർഭാടമൊന്നും ഇല്ല, ആവശ്യമില്ല. ഈ നെല്ലിക്ക ചാലിച്ചുണ്ടെങ്കിൽ എനിക്ക് ധാരാളമാണ്. പിന്നെ എൻ്റെ ഫേവറേറ്റ് വേക്കോളും ഉണ്ട്, കടച്ചക്ക. മതി എനിക്ക്. അപ്പം പിലോപ്പിക്കറി കണ്ടിട്ട് കൊതി വന്നിട്ടുണ്ട്. എന്താണെന്നറിയാമോ, അതിനകത്ത് ആ തല കിടപ്പുണ്ട്, മീൻ തല. വലിയ പിലോപ്പിയുടെ തല അതിനകത്ത് കിടപ്പുണ്ട്. അത് സാധിച്ചതിൻ്റെ ഇന്ന് പകുതി ഞാൻ മേടിച്ചിട്ട് പോട്ടെ, അത് വേറെ കാര്യം. കടച്ചക്ക മൂത്തിട്ടില്ല, എന്നാലും ഇത് രസം. പച്ച കടച്ചക്ക. നെല്ലിക്ക ഞാൻ രണ്ടാമത് ഇട്ടതാണ് കേട്ടോ. കഴിഞ്ഞ 2 ദിവസമായിട്ടുള്ള ഇട്ടിട്ട്. ഇതിൻ്റെ കാന്താരിമുളക് കടിച്ചാൽ പണി കിട്ടും, വെട്ടിൻ്റെ പണി കിട്ടും. കാരണം കാന്താരിമുളക് ഞാൻ കടിക്കില്ല. ഇതിലെ ഉള്ളിയാണ് രസം കേട്ടോ. ഉള്ളി ചതച്ചാണ് ഇട്ടേക്കണത്. നെല്ലിക്കയും ചതച്ചിട്ട്
നെല്ലിക്ക തിന്നാൽ വെള്ളം കുടിക്കണം. നല്ല എരിവാണ്. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യൽ ഇതൊക്കെയായിരുന്നു. നമ്മുടെ വേക്കോള് ഒലത്തിയത്, കടച്ചക്ക ഒലത്തിയത്, പിന്നെ മീൻകറി, പിലോപ്പി പാലുകറി വെച്ചത്, വറുത്തിട്ട് പാലുകറി വെച്ചത്, പിന്നെ നെല്ലിക്കായ അരച്ചത്. നിങ്ങളെല്ലാവരും കഴിച്ചോ? അപ്പോൾ എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടുകൂടി ബായ്.